കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. ഉപമകളിലൂടെയൊക്കെ പറഞ്ഞത് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ ദൈവരാജ്യത്തിനകത്ത് വലിയ പ്രതിഫലമുണ്ട്. അതാണ് അവിടെ കർത്താവ് പറഞ്ഞത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതെല്ലാവരും അവിടെ എടുത്തു പറയുന്നുണ്ട്. പാപികളും അങ്ങനെ തന്നെ, ഈ ലോകത്തിലെ ജാതികളൊക്കെ അങ്ങനെയാണ്. പക്ഷെ ദൈവമക്കളുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. നമുക്ക് പറ്റുമോ? അതിനോട് ചേർന്ന് താമസിക്കുന്ന അയൽവക്കക്കാരന് ശത്രുവായാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ? അവർക്ക് അങ്ങോട്ട് കൊടുക്കണ്ട, അവർ ഇങ്ങോട്ടൊരു ഗ്ലാസ് വെള്ളം തന്നാൽ നമ്മൾ മേടിക്കൂ? അവിടെയാണ് കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ മഹത്വം. കർത്താവ് മാതൃക കാണിച്ചു തന്നിട്ട് അങ്ങനെ ജീവിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദൈവവചനം നമുക്ക് അങ്ങനെ ഒരു ജീവിതം തരാൻ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ സഞ്ചരിപ്പാനും ജീവിപ്പാനും ദൈവം കൃപ ചെയ്യട്ടെ.